വടകരയിൽ നിന്നും കാണാതായ 2 ഇതര സംസ്ഥാന സ്വദേശികളായ പെൺകുട്ടികൾ തിരിച്ചെത്തി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരെ കാശ്മീരിൽ കണ്ടെത്തുകയും രാവിലെയോടെ വടകരയിൽ തിരിച്ചെത്തിക്കുകയുമായിരുന്നു. സംഭവത്തിൽ ദുരൂഹതയില്ലെന്നും സോഷ്യൽ മീഡിയയിലെ പരിചയം വെച്ച് കാശ്മീരിൽ പോയതാണെന്നും പോലീസ് പറഞ്ഞു. കാശ്മീർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള വ്യാപാരികൾ സംശയം തോന്നിയതിനെ തുടർന്ന് റെയിൽവേ പോലീസിനെ അറിയിക്കുകയായിരുന്നു. കുട്ടികളെ കേസ് അന്വേഷിക്കുന്ന SI ദീപ്തി, SI ഷീന എന്നിവർ ചേർന്ന് തിരികെ വടകരയിലെത്തിച്ചു. 16-ാം തീയതി പുലർച്ചെ 2 മണിയോടുകൂടി വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മയ്യന്നൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ 2 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ കേസിൽ പെൺകുട്ടികൾ ഒരാൾ 12 വയസ്സും മറ്റേയാൾ 14 വയസ്സുമായിരുന്നു. ആ കേസിൻ്റെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ആ വീടും പരിസരവും അതുപോലെ തന്നെ വടകര ടൗൺ വരെയുള്ള ഭാഗങ്ങളിലുള്ള 100ഓളം CCTV ക്യാമറകൾ ഞങ്ങൾ പരിശോധിച്ചതിൽ അവർ വടകര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിട്ടും ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ സമയത്ത് ഏതാണ്ട് ഒരു 2-2:30 മണിയോട് കൂടിയുള്ള വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിന് ചെന്നൈ റൂട്ടിലേക്ക് പോയതായി മനസ്സിലായി. പിന്നീട് ഞങ്ങൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ വീണ്ടും ഡൽഹി റൂട്ടിലേക്കുള്ള ട്രെയിനിന് കയറിപ്പോയതായിട്ട് മനസ്സിലായി. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങളിവിടെയുള്ള SI ദീപ്തിയും അതുപോലെ തന്നെ ASI ഷീന എന്നീ 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഒരു ടീം അവരെ ഞങ്ങൾ ഡൽഹിയിലേക്ക് അയച്ചു. അപ്പോൾ ഡൽഹിയിൽ എത്തിയതിന് ശേഷം ഡൽഹിയിലുള്ള റെയിൽവേ സ്റ്റേഷനിലെ അധികാരികളുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പോലീസൊക്കെയായി ബന്ധപ്പെട്ട സമയത്ത് അവർ ജമ്മു കാശ്മീരിലേക്കുള്ള ഒരു ട്രെയിനിന് കയറിപ്പോയതായിട്ടുള്ളൊരു വിവരം കിട്ടി. അപ്പോൾ ഉടനെ തന്നെ നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥർ ജമ്മു കാശ്മീരിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ അവിടെ ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തുള്ള കച്ചവടക്കാരെയും അതുപോലെ തന്നെ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു വിവരം ഞങ്ങൾ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് പെൺകുട്ടികളെ കണ്ടെത്തി അവിടെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തു. പിന്നീട് നമ്മുടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ SI ദീപ്തിയും അതുപോലെ ASI ഷീനയും ജമ്മു കാശ്മീരിലെത്തി അവരെ കസ്റ്റഡിയിലെടുക്കുകയും തിരിച്ച് ഇന്ന് രാവിലെ ഈ വടകര പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ഉണ്ടായിട്ടുള്ളത്. ഇതിലൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ അന്വേഷണ സംഘത്തിൽ 2 വനിതകൾ മാത്രമാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്, SI ദീപ്തിയും അതുപോലെ തന്നെ ASI ഷീനയും. അപ്പോൾ അത്തരത്തിൽ വളരെ വിജയകരമായിട്ട് ഈ കാണാതായ പെൺകുട്ടികളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവർ പോകാനുള്ള കാരണം ഞങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലായത് ഇവർക്ക് സോഷ്യൽ മീഡിയ കോൺടാക്റ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏതോ കോൺടാക്റ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ അടുത്തേക്ക് പോയതാണെന്ന് സംശയിക്കുന്നത്. ഇവരാരും തട്ടിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ദുരൂഹതകളോ ഒന്നും ഈ കേസിലില്ല. അവർ സ്വമേധയാ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണെന്നും അവരുടെ കൂടെ മറ്റാരും ഇല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 2 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഇത്രയും ദൂരം യാതൊരു അപകടവും ഇല്ലാത്ത രീതിയിൽ അവർ സഞ്ചരിച്ചു. പക്ഷെ അവരെ അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് കണ്ടെത്താൻ സാധിച്ചത് വളരെ അധികം സന്തോഷമുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ എടുത്തു പറയുന്നത്, ഈ കേരള പോലീസിൽ തന്നെ സാധാരണ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ആണുങ്ങളാണ് ഇത്തരത്തിൽ മുന്നോട്ട് ഇറങ്ങി പോകാറുള്ളത്. പക്ഷേ ഈ കേസിൽ വെറും 2 വനിതാ ഓഫീസർ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ജമ്മു കാശ്മീർ വരെ സഞ്ചരിച്ച് അവരെ കണ്ടെത്തിയിട്ടുള്ളത്. അത് വളരെ അധികം പ്രശംസ അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കേരള പോലീസിന് പുറമെ തമിഴ്നാട്, അതുപോലെ ഡൽഹി പോലീസ്, അതുപോലെ ജമ്മു കാശ്മീർ പോലീസ്, അതുപോലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നിവയുടെയൊക്കെ സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.